മൂദേവി എന്ന് വിളിക്കുന്ന ജ്യേഷ്ഠദേവിയുടെ കഥ അറിയാം. മഹർഷി ദുർവാസവ് ഒരു ദിവ്യമാല ഇന്ദ്രൻ സമ്മാനിച്ചു. എന്നാൽ ഇന്ദ്രൻ അത് ഉചിതമായ ബഹുമാനത്തോടെ കൈകാര്യം ചെയ്തില്ല. ഇതിനാൽ ദുർവാസ മഹർഷിയുടെ ശാപഫലമായി ദേവന്മാർ ബലഹീനരായി. തങ്ങളുടെ ശക്തി വീണ്ടെടുക്കാൻ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയാർത്ഥികളായി സമീപിച്ചു. മഹാവിഷ്ണു അമൃതം സമുദ്രത്തിൽ നിന്ന് പുറത്തെടുക്കാൻ ദേവന്മാരും അസുരന്മാരും ഒരുമിച്ച് ശ്രമിക്കണമെന്ന് നിർദ്ദേശിച്ചു. പാലാഴി കടയുന്നതിനായി മന്ദരപർവ്വതവും മാധാനത്തിന് കയറായി വാസുകി സർപ്പത്തെയും ഉപയോഗിച്ചു. എന്നാൽ മന്ദരപർവ്വതം വളരെ ഭാരം ആയതിനാൽ അത് സമുദ്രത്തിൽ മുങ്ങി. ഇതിനെ ഉയർത്തുവാനായി വിഷ്ണു തന്റെ രണ്ടാമത്തെ അവതാരമായ കൂർമ്മമായി മന്ദരപർവ്വതത്തെ തോളിൽ താങ്ങി നിർത്തി. എന്നാൽ വീണ്ടും പാലാഴി കടയുമ്പോൾ വാസുകി സർപ്പത്തിന് താങ്ങാൻ ആവാതെ കാളകൂട വിഷം പുറത്തുവന്നു. ദേവന്മാർ വിഷം നിയന്ത്രിക്കാൻ ശിവനെ ശരണം പ്രാപിച്ചു. ശിവൻ കാളകൂട വിഷം സ്വയം കുടിക്കുവാനായി തുടങ്ങി. ആ സമയത്ത് സമുദ്രത്തിൽ നിന്നും ഒരു ദേവി രൂപം പ്രത്യക്ഷയായി. 2 കൈകളും നീണ്ട മൂക്കും വലിയ ഉദരവും തൂങ്ങിയ മാറിടവും തടിച്ച ചുണ്ടും ഇരുണ്ട നിറവും കൊണ്ട ദേവി രൂപം. ആ ദേവിയാണ് ജ്യേഷ്ഠദേവി അഥവാ മൂത്തദേവി. കാലക്രമേണ മൂദേവി ആയത് ശേഷം ലക്ഷ്മി ദേവിയും അമൃതം താങ്ങി ധന്വന്തിരിയും പ്രത്യക്ഷരായി. ലക്ഷ്മി ദേവിക്ക് മുന്നേ വന്നതിനാൽ മൂത്തദേവിയായ ജ്യേഷ്ഠദേവി അലക്ഷ്മിയായി അറിയപ്പെട്ടു. ആകർഷിക്കുന്ന രൂപമോ കാന്തിയോ ഇല്ലാത്ത ഈ ദേവിയെ സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല. അപ്പോഴാണ് നാരദമുനി ആ ദേവിയുടെ അവതാര കാരണം മഹാവിഷ്ണുവിനോട് ചോദിച്ചത്. രാജോ ഗുണവും തമോ ഗുണവാസിനിയുമായ ദേവിയാണ് ജ്യേഷ്ഠദേവി. ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഇല്ലാത്ത ജീവജാലങ്ങളിൽ ഈ ദേവി വാസം കൊള്ളും. 64 ദാരിദ്ര്യങ്ങളാകും ഫലം. എപ്പോൾ ഈ ദേവിയെ ഭജിച്ച് ശരീരശുദ്ധിയും മനഃശുദ്ധിയും വരുത്തി കർമ്മങ്ങൾ ശ്രേഷ്ഠമാക്കുന്നുവോ അപ്പോൾ സർവ്വ ഐശ്വര്യത്തിന്റെ മാർഗം തെളിഞ്ഞ് ലക്ഷ്മി ദേവി വാസം കൊള്ളും. അതോടെ ലക്ഷ്മി ദേവിക്ക് മൂത്ത ദേവിയായി ഈ ദുർഗദേവി സ്വരൂപം സർവരാലും ആരാധിക്കപ്പെട്ടു. 10ാം നൂറ്റാണ്ടുവരെ പല്ലവ രാജാക്കന്മാരും ചോള രാജാക്കന്മാരും പണിത് എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ദേവിക്ക് സ്ഥാനം ഉണ്ടായിരുന്നു. യുദ്ധത്തിന് പോകുന്നതിനു മുൻപ് ഈ ദേവി സ്വരൂപം